അപ്പം നല്ല സൂപ്പറായിട്ടുണ്ട് കാണാൻ. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് കേക്ക് കട്ട് ചെയ്യാൻ പോകുകയാണ് ഗായ്സ്. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഇപ്പോൾ ബർത്ത്ഡേ ആണെന്ന് വെച്ചാൽ ബർത്ത്ഡേ അല്ല, ഇന്ന് അങ്ങനെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. പക്ഷേ അഞ്ജന വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഒരു കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ക്രിസ്മസ് ആയിരുന്നു, നമ്മൾ വിളിച്ച് കേക്ക് കട്ട് ചെയ്യാം. പിന്നെ എൻ്റെ മുഖം ഞാൻ ദൂരെ പിടിക്കാം, അപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ടത് തന്നെ, അടുത്ത ക്യാമറ തിന്നില്ല. ഇതാണ് ആ കേക്ക് ഗായ്സ്, എലൈറ്റ് പ്ലം കേക്ക്, സർപ്രൈസ് കേക്ക്. ദിസ് ഈസ് ദ കത്തി. പരിചയപ്പെടുത്തണോ? എന്തായാലും നമുക്ക് കേക്ക് കട്ട് ചെയ്യുന്ന പ്രോസസ്സിലേക്ക് പോവാണ്. സെന്ററിനെ കാണാൻ പറ്റുന്നില്ല, സെന്ററിൽ സ്ഥലം കൊടുക്കണം. അപ്പൊ നമ്മൾ പുതിയ നല്ല വർഷത്തിലേക്ക് നമ്മൾ പോവുകയാണ് ഗായ്സ്. നമ്മൾ നല്ല സൂപ്പർ വർഷത്തിലേക്ക് കോപ്പിറൈറ്റ് വരും. അതുകൊണ്ട് ഞാൻ കാര്യം നമ്മൾ ഇത് ഈ 2023 നമുക്ക് ഭയങ്കര മൂഞ്ചിലായിരുന്നു. പക്ഷെ നമ്മൾ നല്ല 2024 സൂപ്പർ വർഷം നമ്മൾ വിചാരിച്ചിട്ട് നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ വേണം എന്ന് പ്രാർത്ഥിച്ച് നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ. ഓക്കെ, എന്താ പാടുന്ന ഹാപ്പി ബർത്ത്ഡേ പാടിയാണ്. എടുക്കാൻ പറ്റുന്നില്ല, ഞാൻ തന്നെ കഴിച്ചോളാം. എടുത്ത് നല്ല വർഷം തന്നെ. ആ സ്നേഹം കണ്ടു ഗൈസ്. സ്വന്തം കൊടുക്കാൻ, സ്വന്തം കഴിക്കാതെ മറ്റുള്ളവർക്ക് ദാനം ചെയ്യണമെന്നാണ് പണ്ട് ആരോ പറഞ്ഞിട്ടുള്ളത്. ആരോന്നും അറിയില്ല. അപ്പൊ നമ്മൾ അങ്ങനെ കേക്കൊക്കെ കഴിച്ച് എല്ലാവരും സന്തോഷത്തോടെ ലൈഫ് മുന്നോട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. ഞങ്ങളിപ്പോൾ കുറച്ച് ടൈം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാനും എൻ്റെ ഫ്രണ്ട്സും ഉണ്ട്. ആക്ച്വലി ഇവരൊക്കെ എൻ്റെ കൊളീഗ്സ് ആണ്, പക്ഷെ ഞാൻ ഇവരെ ഫ്രണ്ട്സായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ഇവിടെ ഡീസൻ്റ് ആയിട്ട് കുറച്ച് പേര് നിൽക്കുന്നുണ്ട്. അപ്പം ഞങ്ങളിപ്പോൾ കഞ്ഞി കുടിക്കുകയാണ്. അതിൻ്റെയാണ് ഈ കഞ്ഞി ഞങ്ങൾ ഉണ്ടാക്കി കുടിക്കുകയാണ്. കഞ്ഞിയുടെ കൂടെ അച്ചാർ, പിന്നെ ഒരു മീൻ അച്ചാറുണ്ട്, മാങ്ങ അച്ചാറുണ്ട്. കഞ്ഞി കുടിക്കുമ്പോൾ കിട്ടുന്ന വികാരം തന്നെ ഒരു വികാരം. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മളാണെങ്കിൽ ഇന്ന് ചുമ്മാ നൈറ്റിൽ നടക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇതൊക്കെ നമ്മളെ കോളേജിലെ വൈബാണ്. രാത്രി തന്നെയും ഞങ്ങളിന്ന് ഫുഡ് കഞ്ഞിയായിട്ട് കുടിച്ചത്. കഞ്ഞിൻ്റെ വീട് ഞാൻ വേണമെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ ഇപ്പോൾ ഇവിടെ റെയിൽവേ ക്രോസ് ഉണ്ട്. റെയിൽവേ ക്രോസ് നമ്മൾ നടന്ന് പോവാണ്. സോറി, ക്യാമറ അടുത്തായി പോയി. അപ്പോൾ ഇത് തന്നെ ബ്ലോക്ക് ആക്കിയിട്ട് അന്നേരം പുറത്ത് പോയത്. എന്റെ ഫോൺ എടുത്തിട്ട് ഫോണോട് ഫോണായിരുന്നു, പക്ഷേ അവിടെ കയറി പോയി. ഞാൻ സൈഡ് ഇത് രണ്ടും എൻ്റെ ഫ്രണ്ട്സ് ആണ് ഗൈസ്. അവരവരുടെ വണ്ടി ഓടിക്കുന്ന ഓരോ കഥകൾ പറയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ട്, ഇവിടെ ഭയങ്കര ഡിസംബർ ആയാലും ഇവിടെ ഭയങ്കര തണുപ്പുള്ള ക്ലൈമറ്റ് ആണ്. അതുകൊണ്ട് ഞങ്ങൾ തണുപ്പ് കുറച്ച് ആസ്വദിക്കാമെന്ന് വെച്ചാൽ പുറത്തിറങ്ങിയാണ്. നാളെ കുറേ വർക്കൊക്കെ ഉണ്ട് ചെയ്യാൻ, എന്നാൽ പോലും കുഴപ്പമില്ല. അത് നാളെ കാണാമെന്ന് വെച്ചിരിക്കുകയാണ്. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് പറയുകയാണ് ഞാൻ അലവലാതിയാണെന്ന്. നമുക്ക് നടന്ന് പോകാം. ഫ്രണ്ടിൽ തന്നെ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് ഉണ്ട്, അപ്പോൾ അതും കാണിച്ചു തരാം. കണ്ടില്ലേ ഗായ്സ്, അവിടെ ഓട്ടോറിക്ഷ സ്റ്റാൻഡ്. വിചാരിക്കുകയാണ് ഞങ്ങൾ കോഫി കുടിക്കാൻ പോകാമെന്ന്. പെട്ടെന്ന് തീരുമാനിച്ചാണ്. അതുകൊണ്ട് ഗൂഗിൾ പേ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ അകത്താണെങ്കിൽ ഗൂഗിൾ പേ കിട്ടത്തില്ല, പുറത്ത് മാത്രമാണ് ഗൂഗിൾ പേ കിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ പുറത്ത് കോഫി കുടിക്കാൻ പോവാണ്. കോഫിയാണോ ഹോർലിക്സ് കുടിക്കണം? എന്തെങ്കിലും കുടിക്കാം. അപ്പുറത്തെ ആൾ കണക്കുണ്ട്, ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. നമ്മൾ പുറത്തേക്ക് പോവാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിവിടെ സ്റ്റാഫാന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കുന്നില്ല ഗായ്സ്. ഞങ്ങളിവിടെ സ്റ്റുഡൻസാന്ന് വെച്ചിട്ട് ആൾക്കാർ ഞങ്ങളെ പുറത്തേക്ക് വിടുന്നില്ല. പിന്നെ അതൊന്നും കാണിക്കണ്ട, വേണ്ട, ഞങ്ങളൊന്നും കാണിക്കുന്നില്ല. ഞങ്ങൾ പുറത്തേക്ക് അപ്പം പോവാണ്. വലിയ ദൂരമൊന്നുമില്ല, അടുത്ത് തന്നെയാണ്, ഇച്ചിരി നടക്കേണ്ട ദൂരമേ ഉള്ളൂ. പിന്നെ സൂപ്പർ കടയാണ്, സൂപ്പർ ഫുഡാണ്. ഫുഡ് എന്നൊക്കെ പറഞ്ഞാൽ അതാണ് ഫുഡ്. വിജനതയില് പാതിമഴ പെയ്യും മുല്ലേ. ഇതാണ് നൈറ്റ് ലൈഫ്. ഇവിടുത്തെ നൈറ്റ് ലൈഫ് ഇങ്ങനെയൊക്കെയാണ്. വല്ലപ്പോഴൊക്കെ പുറത്തിറങ്ങാം. അതെ, ഇരുട്ട്, കാട്, മല, ഡോറേനെ പോലെ ഡോറയുടെ പ്രയാണം തന്നെ. അതെ അതെ, നമുക്ക് വലിയ ദൂരത്തൊന്നും പോകാൻ പറ്റില്ല. വലിയ ക്യാമറ അത്ര ക്ലിയർ ആയിരിക്കില്ല. കാരണം ആക്ച്വലി എന്നാ ക്ലിയർ അല്ലാത്തൊന്നും ചെയ്തിട്ട് എങ്ങനെ ക്ലിയർ. അപ്പം നമ്മൾ കട എത്താറായി. കടയാണ് കാണുന്ന കട ഗൈസ്. അങ്ങനെ ഞങ്ങൾ കടയിലെത്തി. അപ്പോൾ ഈ കടയിൽ ഞങ്ങൾ ഇനി ചായ കുടിക്കണം, കാപ്പി കുടിക്കണം എന്നറിയാതിരിക്കുകയാണ്. പിന്നെ കൊത്തുപൊറോട്ട കഴിക്കാനൊക്കെ കൃഷ്ണ പറയുന്നുണ്ട്. ഇപ്പുറത്ത് സാൻഡർ ഇരിക്കുന്നുണ്ട്. പിന്നെ അവർക്കാർക്കും ബ്ലോഗിൽ വരാൻ താല്പര്യമില്ലാത്തതാണ് ഞാൻ കാണിക്കാത്തത്. അവർക്ക് ആക്ച്വലി ഞങ്ങൾ കോഫിയും
ഹോർലിക്സും കുടിക്കാൻ വേണ്ടി വന്നതായിരുന്നു. പക്ഷേ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ കടയിൽ കയറി കാരണം അവൾക്ക് സാൻഡ്രയ്ക്ക് എന്തൊക്കെ ഫുഡ് കഴിക്കാൻ തോന്നിപ്പോയി. അതുകൊണ്ട് സാൻഡ്ര ഫുഡ് കഴിക്കുകയാണ്. ഭയങ്കര കൃഷ്ണയാണെങ്കിൽ കൊത്തുപൊറോട്ട വെജാണ് അവൾ. സോ വെജ് കൊത്തുപൊറോട്ട കഴിക്കാമെന്ന് വെച്ചു. പിന്നെ വെരി ടയേർഡായിട്ടുള്ള ഫേസാണ്. കാരണം നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടാണ് വന്നത് ഗായ്സ്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു വരുവാണ്. പ്രത്യേകിച്ചൊന്നും ഇല്ല. ഇനിയും നടന്ന് പോകണം. ഇനിയും ഇപ്പം തന്നെ 9 മണിയായി. ലൈറ്റ് കാണിച്ചു തരാം. ഒന്ന് ക്ലിയർ അല്ല കാരണം കുഴപ്പമില്ല. ആഹാ ഫുള്ളിരുട്ട്, കോരാക്കോരിരുട്ട് ഗായ്സ്. അപ്പം ഞങ്ങൾ നടന്നുകൊണ്ട് ഇവിടെ പട്ടി ഒത്തിരി ദൂരെ പോയിരുന്നെങ്കിൽ ട്രെയിൻ പോകുന്ന കാണിച്ചു കൊടുക്കായിരുന്നു. ആരും കാണാത്ത പോലെ. അയ്യോ അവിടെ പ്രേതം ഉണ്ടാവും. ഇതേ ഒരു പട്ടിക്കുണ്ടാവും മോനെ. ലൈറ്റ് അടിപ്പിക്കാതെ പട്ടിയാണ്.